ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കുവാനാ. അറിഞ്ഞിട്ട് ശിഷ്യന്മാരെ തോണിയിൽ അയച്ചു. കൊടുങ്കാറ്റ് വന്നപ്പോൾ അവൻ നല്ല രീതിയിൽ ഉറങ്ങുമായിരുന്നു. അറിയത്തില്ലായിരുന്നോ? അങ്ങനെ കൊടുങ്കാറ്റ് വരുമ്പോഴും ഉറങ്ങുമോ? എങ്ങനത്തെ കൊടുങ്കാറ്റായിരുന്നു? മുങ്ങി മരിക്കുന്ന അവസ്ഥയിലുള്ള വലിയ കൊടുങ്കാറ്റായിരുന്നു. അവരാരായിരുന്നു? വലിയ മത്സ്യങ്ങളെ പിടിക്കുന്നവര്, മുക്കുവന്മാർ. ഞങ്ങൾ മരിച്ചു പോകുമോ? ആ ഭയത്തിലായിരുന്നപ്പോൾ യേശു എങ്ങനെ ഉറങ്ങി? അവനെ ഉറക്കത്തിൽ നിന്ന് എണ്ണിപ്പിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യം വന്നപ്പം എണ്ണിപ്പിച്ചു. എന്തോ പറഞ്ഞു? അല്പവിശ്വാസികളെ, അവരെ പുകഴ്ത്തിയോ അതോ താഴ്ത്തിയോ? അവൻ എഴുന്നേറ്റ് ഒരു വഴി അവർക്ക് വേണ്ടി തുറന്നു. അവരുടെ കൂടെ നിന്ന് പിന്നെ പ്രാർത്ഥിക്കണോ? അങ്ങനെ വഴക്ക് പറഞ്ഞു. അങ്ങനെ ഈ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളും പ്രാർത്ഥന ചെയ്ത് ആ കൃപയിൽ നിൽക്കുവാൻ, ആ ശക്തി പ്രാപിക്കുവാൻ വേണ്ടി ആ ശക്തിയെ നമുക്ക് പ്രാർത്ഥിച്ച് അവകാശമാക്കാൻ മാറ്റും. ഒരു പദ്ധതി പ്രകാരം ആ പ്രാർത്ഥനയുടെ ശക്തിയെ, ആ രഹസ്യമായ കാര്യങ്ങൾ വെളിപ്പെടും.